സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിരാവിലെ ഉള്ള ഷിഫ്റ്റിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം യാത്ര ചെയ്തായിരിക്കണം ജോലി സ്ഥലത്തെത്തുക. ജോലി സ്ഥലത്ത് എന്നാൽ തന്നെ ഉടനെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആവാനോ ഒക്കെയുള്ള സാഹചര്യം ഇവർക്ക് കുറവായിരിക്കും. അത്തരക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് സ്ത്രീകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തക. ഇത് കൈരളിയിലെ മൂരി ശൃംഗാരം എന്ന തലക്കെട്ടുമായിട്ടാണ് ഈ മാധ്യമപ്രവർത്തക ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരാണെന്ന് പറയാം. എം എം മണിയുടെ കൊച്ചുമകൾ കൈരളി ചാനലിലെ ഒരു പുരുഷ കേസരിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദേശാഭിമാനി സബ് എഡിറ്ററാണ് അനുശ്രീ വി കെയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായി നിൽക്കുകയാണ്. ഇടുക്കിയിലെ CPM നേതാവ് എം എം മണിയുടെ കൊച്ചുമകളാണ് അനുശ്രീ. മണിയുടെ മകളും CPM രാജാക്കാട് ഏരിയ സെക്രട്ടറി സതിയുടെ മകളാണ് അനുശ്രീ. CPM പ്രമുഖരുടെ കുടുംബാംഗങ്ങൾക്ക് കൈരളിയിൽ ഇങ്ങനെയാണ് ഗതി എങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ദുരനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ വനിതാ മാധ്യമ പ്രവർത്തക കോൺക്ലേവിൽ ചർച്ചയായിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് അനുശ്രീയുടെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയം. എന്തായാലും ആ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് വായിക്കാം. ഇന്ന് പലരും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി, ആരാധ്യൻ, ആദരണീയൻ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ച വാക്കുകൾ. പക്ഷേ എനിക്ക് അയാളുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് 3 മണിക്ക് എഴുന്നേറ്റ് ഓഫീസിൽ രാവിലെ 4 മണി ഷിഫ്റ്റിൽ കയറി ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്കും ഇനി സഹിക്കില്ല എന്ന അവസ്ഥയിൽ ഓടിച്ചെല്ലുമ്പോൾ ലേഡീസ് വാഷ്റൂമിനകത്ത് കണ്ണാടിയും നോക്കി നിന്ന് മൂളിപ്പാട്ടും പാടി നരച്ച മുടി ചീകി ഒതുക്കുന്ന മനുഷ്യനാണ്. തൊട്ടടുത്ത ഡോർ പുരുഷന്മാരുടെ വാഷ്റൂമാണ് എങ്കിലും ഒരു സ്ത്രീ ഓടി വന്ന് വാഷ്റൂമിലേക്ക് കയറുമ്പോൾ പോലും, ഓടിക്കയറി ചെല്ലുമ്പോൾ പോലും പെട്ടെന്നൊന്നും ഇറങ്ങാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിന്ന് വിശദമായി തയ്യാറാകുന്ന ഈ മനുഷ്യനോട് എനിക്കൊരിക്കൽ പോലും ഒരു ബഹുമാനവും തോന്നിയിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുശ്രീ. അത്രയും നേരം സഹിച്ച പോലല്ല, നമ്മൾ ബാത്റൂമിൻ്റെ വാതിൽ വരെ എത്തിയാൽ പിന്നെ ബ്ലാഡർ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല എന്ന് അനുശ്രീ ആ ഗതികെട്ട സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഗതികെട്ട ഒരു ദിവസം സഹപ്രവർത്തകനെ കോറിഡോറിൽ കാവൽ നിർത്തി പുരുഷന്മാരുടെ വാഷ്റൂമിൽ കയറേണ്ടി വന്നത് ഇന്നും വീണ്ടും ഓർത്തു എന്നാണ് അനുശ്രീയെ കുറിച്ചിരിക്കുന്നത്. 10-17 വർഷം കഴിഞ്ഞു, ചില കാര്യങ്ങൾ മനസ്സിൽ മായാതെ ഇങ്ങനെ നിൽക്കും. എന്തു മോശമാണല്ലേ ഇത്തരത്തിലൊരു പ്രവൃത്തി. ശരിക്കും ഈ മനുഷ്യൻ എന്തിനാണ് സ്ത്രീകളുടെ വാഷ്റൂമിൽ കയറി നിന്ന് മുടി ചീകുന്നത് അല്ലെങ്കിൽ ഒരുങ്ങുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. തൊട്ടടുത്ത് പുരുഷന്മാരുടെ വാഷ്റൂമുണ്ട്, അവിടെ സുഖമായിട്ട് നിന്ന് സ്വകാര്യമായിട്ട് നിന്ന് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങാം. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകളുടെ വാഷ്റൂമിൽ ഈ സമയത്ത് സ്ത്രീകൾ ഓടിക്കയറി വരും? അവരുടെ ആ ഒരു വെപ്രാളവും ഒക്കെ കണ്ട് രസിക്കാനാണോ? എന്തൊക്കെയായാലും കൈരളിയിലെ ഈ പുരുഷകേസരി 17 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണെന്ന് പറയുന്നു. ആ പുരുഷകേസരി ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നറിയില്ല, ആരാണെന്നും നമുക്കറിയില്ല. എന്തായാലും ആദരണീയനായ ആ വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക, ഇത് പറഞ്ഞ പോലെ തന്നെ ആ മൂരി ശൃംഗാരത്തിന് മുന്നിൽ നമിച്ചു പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പേർ പല ഇടങ്ങളിലുമുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇത്തരം ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. നേരത്തെ അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ ബ്ലാഡർ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ആ സമയത്തൊന്നും ഉറക്കെ ഒച്ചയെടുത്ത് എന്താണെന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രതികരിക്കാനോ ഒന്ന് ഇറങ്ങിപ്പോ മനുഷ്യ എന്ന് പറയാനോ ഒരു സ്ത്രീക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ പുരുഷ കേസരികൾ ഉള്ള സ്ഥലത്ത്, പുരുഷ കേസരി എന്ന് അദ്ദേഹത്തെ, കേസരി എന്നൊക്കെ നല്ല ശ്രേഷ്ഠന്മാരായ പുരുഷന്മാരെ പറയുന്ന വാക്കുകളാണ്, സോറി അതിവിടെ ഉപയോഗിച്ചതിൽ. ഇതിൽ ഇനി മോശമായ വാക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള ആണുങ്ങളെ പറ്റി ഇങ്ങനെ തുറന്ന് എഴുതുകയല്ല, പുറത്ത് വാഷ്റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് പിടിച്ചിട്ടുണ്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെ മോശമായ ഒരു സംസ്കാരം കൈരളി ചാനലിൽ നിന്ന്, അവിടെ ജോലി ചെയ്ത ഒരാളിൽ നിന്ന് ഉണ്ടായി എന്ന് ഇപ്പോൾ അനുശ്രീ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കൈരളി ചാനലിലുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് ഇതിന് അർത്ഥമില്ല. തനിക്ക് അനുഭവപ്പെട്ട ഒരു ദുരനുഭവം മാത്രമാണ് അനുശ്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ വൈറലാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.